ഇന്ന് മോഹൻലാലിന് റിപ്ലൈ കൊടുക്കാനാണ് നമ്മൾ വന്നിട്ടുള്ളത്. മോഹൻലാൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ ലാലേട്ടനല്ല, ഇത് വേറൊരു മോഹൻലാൽ. നമ്മുടെ ചാനലിൽ നമ്മുടെ കഴിഞ്ഞ ദിവസം നിഹാലിനായിട്ടുള്ള ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ബ്രോ ക്യാമ്പിൽ നിന്ന് +2 പഠിച്ചിട്ട് നല്ല സാലറി പ്ലേസ്ഡ് ആയ അവൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ ഒരു കമൻറ്റ് വന്നു. അപ്പോൾ ആ കമൻറ്റ് എന്താണെന്നുള്ളത് ഞാൻ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. അപ്പോൾ എന്നിട്ട് നമുക്ക് ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാം. ഇതിന് മുന്നൊരു കമൻറ്റ് നമ്മൾ പണ്ടൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അവൻ കണ്ടിട്ടില്ല തോന്നുന്നുണ്ട്. അതിൻ്റെ ഒരു വിഷമത്തിൽ അവൻ ഇത് ചോദിച്ചത്. ഇത് അവന് മാത്രമുള്ളൊരു കമൻ്റായിട്ടുകൾ കണക്ക് കൂട്ടണ്ട. ഇതുപോലെ ചിന്തിക്കുന്ന കുറേ ആൾക്കാർക്ക് ഇതുപോലെ ചിന്തിക്കുക എന്നുള്ളത് ആരൊക്കെ ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഒന്ന് വായിക്കാം നമുക്ക് ആദ്യം കമൻറ്റ് എന്താണെന്നുള്ളതൊന്ന് മനസ്സിലാക്കാമല്ലോ. ബ്രോ ക്യാമ്പിനെ കുറിച്ച് ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നതിൻ്റെ അവൻ കമൻറ്റ് ചെയ്താണ്. ഇതൊക്കെ കണ്ട് ബ്രോ ക്യാമ്പിലോട്ട് വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയിട്ടുള്ളത്. കുറേ പ്രതീക്ഷയായിട്ടാണ് ഞാനും ഇവിടെ വന്നത്. എന്നാൽ ഫുമിഗേഷൻ പീരീഡ് എനിക്ക് പാസ്സാകാൻ കഴിഞ്ഞില്ല. 70 പേരുള്ള ബാച്ചിൽ ഇവർ പാസ്സാക്കിയത് 11 പേരെയാണ്. ഇനിയാണ് കഥ തുടങ്ങുന്നത്. അതായത് ഫുമിഗേഷൻ പീരീഡ് എന്ന പരിപാടി ഉണ്ട്. നമ്മൾ 6 മാസത്തെ ബ്രോ ക്യാമ്പിൻ്റെ പരിപാടിയിൽ ഫുമിഗേഷൻ പീരീഡ് എന്ന പരിപാടി ഉണ്ട്. അതായത് ആദ്യത്തെ 2 ആഴ്ച നമ്മൾ ബേസിക് കോഡിങ്ങൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ അവനവിടെ പുറത്താക്കിയെന്നാണ് അവൻ പറയുന്നത്. അതായത് അവനെ കൊണ്ട് പഠിക്കാൻ പറ്റാത്ത ആൾക്കാർ നമ്മളവിടെ പുറത്താക്കും. ഇനിയാണ് കഥ തുടങ്ങുന്നത്. 1 മാസത്തെ വാടക എന്ന് പറഞ്ഞ് 4000 രൂപ ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങും. 2 വീക്ക് കഴിയുമ്പോൾ ഫുമിഗേഷൻ ഉണ്ട്. അതായത് ഫുമിഗേഷൻ ഇൻ്റർവ്യൂ എന്നുള്ളത് 2 ആഴ്ച കഴിയുമ്പോഴാണ്. ആ റൗണ്ട് പുറത്തായാൽ നമുക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്യാം, പക്ഷേ പിന്നെ 4000 കൊടുക്കണം. അതായത് ഒരു പ്രാവശ്യം ഫെയിലായി കഴിഞ്ഞാൽ ഫുമിഗേഷൻ ഫെയിലായി കഴിഞ്ഞാൽ രണ്ടാമത് വീണ്ടും ബാച്ചിലോട്ട് ട്രൈ ഔട്ട് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ 4000 രൂപ വീണ്ടും കൊടുക്കണം. ഈ 4000 എന്ന് പറയുന്നത് നമ്മുടെ ഏരിയയുടെ ആ ഒരു സ്പേസിൻ്റെ റെൻ്റാണ്. അതെന്താണെന്നുള്ളത് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. അപ്പം നമ്മൾ ആദ്യം കൊടുത്ത 4000 സെക്കൻഡ് വീക്കിൻ്റെ കൂടെ വാടക ചേർത്താണ് കൊടുത്തത്. പക്ഷേ ഇവർ പറയുന്നത് 4000 ഇനി തന്നാലേ ഫുമിഗേഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന്. അതായത് ഒരു പ്രാവശ്യം ഫുമിഗേഷൻ ഫെയിലായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രാവശ്യം ബാച്ചിലോട്ട് വരുമ്പോൾ വീണ്ടും 4000 മേടിക്കും എന്നുള്ളതാണ് അവൻ പറയണത്. വേറൊരു കാര്യം, കമ്പ്യൂട്ടർ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരു 5% ആൾക്കാരെ ആദ്യം ഫുമിഗേഷൻ പാസ്സാകാറുള്ളൂ എന്നാണ് അവൻ പറയണത്. ഇത് അവൻ പറഞ്ഞ കേട്ടോ, അത് ഞാൻ കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞുതരാം. പിന്നെ നിങ്ങൾ പാറ്റേൺ അറേ ഇൻ്റർവ്യൂ ഇത് 3 പാസ്സായോ എന്ന് വെക്കി. പക്ഷേ റിസൾട്ട് വരുമ്പോൾ നിങ്ങളുടെ പേര് ഉണ്ടാവണോ വേണ്ടയോ എന്ന് അവർ തീരുമാനിക്കും. കാരണം പറയാം, ടോട്ടൽ 70 പേര് ഒരു ബാച്ചിൽ ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ ഫുമിഗേഷൻ ഒരു 30 പേര് പാസ്സായി. ഇത്രയും പാസ്സാക്കാറില്ല എന്നാലും വിചാരിക്കുക എന്നാണ് ഞാൻ പറയുന്നത്. ഒരു കുട്ടിയുടെ വാടക 4000, ഒരു ദിവസത്തെ വാടക എന്ന് പറയുമ്പോൾ 4000 ഉള്ളത് ഒരു ദിവസം വാടക 4000 / 30, അതായത് 133 ആണെന്ന് പറയണം. 2 വീക്ക് കഴിഞ്ഞ് ഔട്ടായി. അപ്പോൾ 130 × 14 1884 ആയിട്ട് വരും. 1884 രൂപ. ഇങ്ങനെ ഒരു 40 പേര് ഔട്ട്. അപ്പോൾ 1884 × 40 75,250 രൂപ നമുക്ക് കിട്ടുമെന്ന്. ഇത്രയും രൂപ ഇവർക്കൊരു ഫുമിഗേഷൻ കഴിയുമ്പോൾ ഒപ്പിക്കാം. മനസ്സിലായോ? അപ്പോൾ നമ്മൾ പിന്നെയും ട്രൈ ചെയ്യാൻ ഇവർ ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ തോൽവിയാണ്, ഇനി തോൽവി ജീവിതത്തിൽ തിരിച്ചു പൊക്കോ. അങ്ങനെ അത് കേട്ട് മിക്കവാറും പിന്നെ 4000 കൊടുക്കും കുറച്ച് ആൾക്കാരെന്ന്. ഇത് ഫുമിഗേഷൻ്റെ കാര്യം മാത്രമാണ് പറഞ്ഞത്. ഇനി ഇന്നായി കഴിഞ്ഞാൽ ഇവർക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മൾ ഔട്ടാക്കാം. അപ്പോൾ ആദ്യം കൊടുത്ത 10000 പോയി. അതായത് ഇന്നായി കഴിഞ്ഞ് പ്രോഗ്രാം തുടങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇവരെ ടെർമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവരൊരു കോഷൻ ഡെപ്പോസിറ്റ് വെച്ചിട്ടുണ്ട് 10000 രൂപ. ആ 10000 രൂപ നമ്മൾ എന്താ പറയുക, നമ്മൾ റീഫണ്ട് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഫസ്റ്റ് ടോക്കിൽ നിഖിൽ ബ്രോ തന്നെ പറഞ്ഞു, ടെർമിനേഷനാണ് ഇവരുടെ ഹരം. ടെർമിനേറ്റ് ചെയ്താൽ 10000 കൊടുക്കണ്ടല്ലോ എന്ന്. അറിയാതെ വായിൽ നിന്ന് വീണതാണോ എന്ന് അറിയില്ല എന്നുള്ളൊരു സൂചനയുടെ ആളും കൊടുത്തിട്ടുണ്ട്. ഒക്കെ ഞാൻ പറയാം കേട്ടോ. ഇത്രയും പറഞ്ഞ് കുറ്റം എന്നല്ല, ഇവിടെയുള്ള രീതി ഇങ്ങനെയാണ്. പുതുതായി കുറേ പ്രതീക്ഷകളുമായി വരുന്നവർ ഒന്ന് അറിയാനാണ്. നിഖിൽ ചേട്ടൻ അറിഞ്ഞിട്ടാണോ പിന്നെ 4000 രൂപ റെൻറ്റ് സെക്കൻഡ് വീക്കും വാങ്ങുന്നതെന്ന് അറിയില്ല. ആണെങ്കിൽ നല്ല മോശമാണ്. ഇവിടെ വരുന്നവർ ജീവിതം ഒരു കര എത്തിക്കണം എന്ന ആഗ്രഹമായിട്ടാണ് വരുന്നവർ. അവരുടെ കയ്യിൽ നിങ്ങൾ വിചാരിക്കുന്നത്ര കാശ് ഉണ്ടാവണമെന്നില്ല. പറ്റുമെങ്കിൽ സമയമുണ്ടെങ്കിൽ ഒരു റിപ്ലൈ പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഇനിയും ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്ത് ചേർക്കാം. അതായത് പിന്നെ ചേർത്തോളാന്ന്. പിന്നെ തുടങ്ങിയ സമയത്ത് വീക്കിലി 2 അറ്റംപ്റ്റൊക്കെ ഫ്രീ ആയിരുന്നു. ഇപ്പോഴാണ് ഇങ്ങനെ ആക്കിയത്. ഇപ്പോൾ ഇങ്ങനെ ആക്കിയത് പറയുന്നതിന് റീസൺ എന്നാൽ നിങ്ങൾക്ക് ശരിക്ക് ഹാൻഡ് വർക്ക് ചെയ്യൂ എന്നാണ്. ഒരു 2 മന്ത്സ് മുൻപ് വരെ തോന്നലില്ലായിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞ് തെറ്റാണെന്ന് ബ്രോ ക്യാമ്പ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരാൾ പോലും പറയില്ല, 100% ഉറപ്പ്. ഇതാണ് അവൻ്റെ കമൻറ്റ്. അത് കഴിഞ്ഞിട്ട് വേറെയും കുറേ കമൻറ്റുകളൊക്കെ ഉണ്ട്. അവൻ്റെ താഴെ കുറച്ച് അൺപാർലമെൻ്ററി വേർഡൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അതവൻ്റെ വീട്ടിലെ സംസ്കാരം കാണിച്ചാണ്. അത് നമ്മൾ പിന്നെ ആ രീതിയിൽ ഞാൻ ഇവിടെ അത് വായിക്കുകയും മറുപടി പറയുകയും ചെയ്യുന്നില്ല. അതൊക്കെ നമുക്ക് നേരിട്ട് പറയേണ്ട മറുപടികളാണ്.
ഇതിപ്പോൾ ഈ ലാലേട്ടൻ ആരാണ്, ഈ മോഹൻലാൽ ആരാണെന്ന് നമുക്ക് അറിയാം, ആരാണെന്ന് അറിയാം. പക്ഷേ ഇത് അവനുള്ളൊരു മറുപടിയല്ല. അവനിപ്പോൾ നമ്മളിപ്പോൾ ഇതിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അവനെ വിളിച്ച് പറഞ്ഞാൽ മതി. ഇത് ബ്രോ ക്യാമ്പിൽ നിന്ന് പുറത്ത് പോയതിൻ്റെ ഒരു വിഷമം തീർത്താണ്. ഇനി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ബ്രോ ക്യാമ്പിലെ പ്രോഗ്രാം എന്നുള്ളത് ഇവന് മാത്രമല്ല, അവിടെ അറ്റൻഡ് ചെയ്യണേ ഒരു എന്താ പറയുക, ഒരു ഫസ്റ്റത്തെ ഫുമിഗേഷൻ റൗണ്ടിൻ്റെ ഒരു റിസൾട്ടിൻ്റെ ഒരു രീതി പറഞ്ഞുതരാം. ഏകദേശം ഒരു 50% ആൾക്കാർ ആദ്യത്തെ 2 ആഴ്ചത്തെ ഫുമിഗേഷൻ റൗണ്ടിൽ പുറത്തു പോകും. അതായത് പഠിക്കാൻ പറ്റാത്ത ആൾക്കാർ 2 ആഴ്ച കൊണ്ട് പിന്നെ പുറത്തു പോകും. അങ്ങനത്തെ ഒരു പ്രോഗ്രാമാണ്. ഇതുപോലെ തന്നെ കുറേ ആൾക്കാർ നമ്മുടെ ശത്രുതാ മനോഭാവമായിട്ട് പുറത്തിറങ്ങുന്ന ആൾക്കാരുണ്ട് നമ്മുടെ ബ്രോ ക്യാമ്പിൽ പരിപാടി ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ വളരെ ശത്രുത കൂടിയ ആൾക്കാരാണ് ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യണത്. ചില ആൾക്കാർക്ക് കാര്യം മനസ്സിലാവും, ചില ആൾക്കാർ വളരെ പോസിറ്റീവായിട്ട് പുറത്തു പോകുന്ന ആൾക്കാരുണ്ട്, പല രീതിയിലുണ്ട്. അപ്പോൾ എന്താണിത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം, എന്നിട്ട് ഇതിൻ്റെ കണക്കിനെ കുറിച്ചൊക്കെ ഒന്ന് ക്ലാരിറ്റി തരാം. ആദ്യം ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് നമ്മുടെ ബ്രോ ക്യാമ്പ് എന്നുള്ള പ്രോഗ്രാം എല്ലാവർക്കും പറ്റിയിട്ടുള്ള പ്രോഗ്രാം അല്ല. ഞാൻ പലപ്പോഴും ചാനലിലോ ലൈവിലൊക്കെ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും കൂടി ഇങ്ങോട്ട് വരണ്ട, ഇവിടെ എല്ലാവർക്കും കൂടി എന്തോ ജോലി കൊടുക്കുന്ന എന്തോ പ്രോഗ്രാമൊന്നും തെറ്റിദ്ധരിക്കേണ്ട. അങ്ങനെ എല്ലാവർക്കും ജോലി കൊടുക്കുന്ന പ്രോഗ്രാമൊന്നുമല്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന എല്ലാവർക്കും ട്രൈ ചെയ്യാനുള്ളൊരു അവസരം നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് ഇനീഷ്യലി 2 വീക്ക് ഒരു ഫുമിഗേഷൻ പീരീഡ് കൊടുക്കും. ഇത് എന്തിനാന്ന് വെച്ചാൽ സെൽഫ് ലേണിംഗ് ആണ്. ഇവിടെ ടീച്ചേഴ്സ് ഒന്നുമില്ല. അപ്പോൾ സെൽഫ് ലേണിംഗ് നടക്കുമോ, അല്ലെങ്കിൽ കോഡിങ്ങിൻ്റെ ബേസിക്സ് പഠിക്കാൻ പറ്റുന്ന ആൾക്കാരാണോ എന്ന് ചെക്ക് ചെയ്യുന്ന 2 ആഴ്ച ഉണ്ട്. ഈ 2 ആഴ്ച സമയം ഞങ്ങൾ പറഞ്ഞത് ഏകദേശം 0th വീക്ക് എന്നാണ്. ഞാൻ ശരിക്കും പ്രോഗ്രാമിലോട്ട് എൻ്റർ ചെയ്യുന്നതിന് മുന്നെയാണ് ഈ സമയം. പക്ഷേ ഇവിടെ വന്നിട്ടാണോ അറ്റൻഡ് ചെയ്യാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വീട്ടിലിരുന്നാൽ ഈ പറയുന്ന ആൾക്കാരൊന്നും ഇത് ഫോളോ ചെയ്യില്ല, ഇത് കണ്ടിന്യൂ ആയിട്ട് വർക്കൗട്ട് ചെയ്യില്ല. അങ്ങനെ അത് വർക്കൗട്ട് ആവാതെ ഫെയിലാവുമെന്ന് ഞങ്ങൾക്ക് മുൻകൂട്ടി അറിയുന്നതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഈ 2 വീക്സ് ഫുമിഗേഷൻ എന്നുള്ള ഇവിടെ വന്നിട്ട് വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ വീട്ടിലിരുന്നിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരും ചിലപ്പോൾ കൂടെ ചുറ്റുപാടും ഒരുപാട് പേര് പഠിക്കാനുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ഫിയർ ഉണ്ടല്ലോ, വെച്ചാൽ പുറത്ത് പോവോ അല്ലെങ്കിൽ നമ്മൾ പുറത്താക്കപ്പെടുമോ എന്നുള്ള ഫിയറൊക്കെ കുറച്ചുകൂടി കൂടും നമ്മളൊരു സ്ഥലത്ത് വന്നിരിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ആ ഒരു ഫുമിഗേഷൻ പീരീഡ് ഇവിടെ വന്നിട്ട് നമ്മുടെ ഹബ്ബിലിരുന്ന് ചെയ്യുമ്പോൾ കൂടെ കുറേ ആൾക്കാരും ഇതിനൊക്കെ വർക്കൗട്ട് ചെയ്യണം, വെറൈറ്റി പ്രോഗ്രാമുകളൊക്കെ പഠിക്കാനുള്ള അവസരം. അപ്പോൾ 2 ആഴ്ച കൊണ്ട് ഒരു ബേസിക് കോഡിങ് സെറ്റ് ചെയ്യിപ്പിച്ച് നോക്കുകയാണ്. ഇത് ഈ പറഞ്ഞ പോലെ 5% അല്ല, ഏകദേശം 100 പേര് വന്നു കഴിഞ്ഞാൽ ഒരു 50% ആൾക്കാർ, 50 പേരൊക്കെയാണ് എന്തേ ഉള്ളൂ ഇത് കംപ്ലീറ്റ് ഉള്ളൂ. ഈ ഫുമിഗേഷൻ പല റേഞ്ചുണ്ട്. ഇപ്പോൾ ഒരു 43 പാസ് ആവുന്ന 48, ചിലപ്പോൾ 60 വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആവറേജ് ഒരു 50% ആൾക്കാരാണ് എന്ത് ചെയ്യുക ഈ ഒരു ഫുമിഗേഷൻ പാസ്സാവുള്ളൂ. അതായത് സെൽഫ് ലേണിങ്ങും കോഡിങ്ങും നടക്കുന്ന ആൾക്കാർ 50% ആൾക്കാരുണ്ടാവുള്ളൂ. എന്നാൽ ചില ആൾക്കാർ എന്താ വെച്ചാൽ 2ാമത്തെ ബാച്ചിലോട്ട്, അതായത് ഫെയിലായ ആൾക്കാർ കുറേ ആൾക്കാർ എന്ത് ചെയ്യും, ഒരു ഫെയിലായ ആൾക്കാരിൽ ഒരു 30% ഒരു 50% ആൾക്കാർ എന്ത് ചെയ്യും 2ാമത്തെ ബാച്ചിലോട്ട് വരും. അതായത് അടുത്ത മാസം ഒരു ബാച്ച് തുടങ്ങുമല്ലോ, അതിൻ്റെ കൂടെ വീണ്ടും അറ്റൻഡ് ചെയ്തിട്ട് വീണ്ടും കയറാൻ പറ്റുമോ നോക്കുന്ന ആൾക്കാർ. അപ്പോൾ അങ്ങനെ 1, 2, 3 അവസരങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അല്ലാത്തവരെന്ത് ചെയ്യും, ഒരു ഇത് കഴിയുമ്പോൾ തന്നെ പുറത്ത് പോകും. ഈ പുറത്ത് പോകുന്ന ആൾക്കാർക്ക് ഞങ്ങളൊരു എക്സിറ്റിനൊരു വയ്ക്കും. എന്നിട്ട് പറയും നിങ്ങൾക്ക് അടുത്ത വേറെ ഏത് ഫീൽഡിൽ സ്റ്റിക്ക് ഓൺ ചെയ്യണോ, കോൺസെൻട്രേറ്റ് ചെയ്യണോ, അതിനൊക്കെ ഹെൽപ്പൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കും, ഒക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഓൾറെഡി. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ രീതി. അപ്പോൾ ഇവിടെ ഇരിക്കുക എന്നുള്ളത്, ഇവിടുത്തെ ഈ ബേസിക് കോഡിങ്ങും ഈ സെൽഫ് ലേണിങ്ങും പറ്റാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ ഒരുപാട് പൈസ മേടിച്ചിട്ട് അവസാനം ഇവർക്ക് പൈസ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത് എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. ഇപ്പോൾ നമ്മളൊക്കെ ഒരു കോളേജിൽ പോയി കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ പോയിട്ട് ഒരു സെമ്മ് കയറിയിട്ട് ഒരു എക്സാം കഴിയുമ്പോൾ നമുക്കറിയാം അയ്യോ ഇതിൻ്റെ പരിപാടിയല്ല, അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ അറിയാം അയ്യോ ഇത് എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന പരിപാടിയല്ല എന്നുള്ളത്. അപ്പോൾ പക്ഷേ തിരിഞ്ഞ് ചിന്തിക്കാൻ പോലും പറ്റില്ല. നമ്മുടെ സർട്ടിഫിക്കറ്റ് അവർ തരണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഫുള്ള് സെമ്മിൻ്റെ ഫീസ് അടയ്ക്കാൻ പറയും, അത് ഇത് കുറേ പ്രശ്നങ്ങൾ പറയും. ഇതാണ് നമ്മുടെ നാട്ടിലെ സാധാരണ കോളേജുകളുടെ അവസ്ഥ. ഇവിടെ സംഭവിക്കണം എന്താ, ഇവിടെ 2 ആഴ്ച, അതായത് ഏത് സബ്ജക്റ്റ് പഠിച്ച ഒരാൾക്കും ഇവിടെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാം. ഇപ്പം നിങ്ങൾ BCom ആയിക്കോട്ടെ, വേറെ ഏതെങ്കിലും ഡിഗ്രി ആയിക്കോട്ടെ, ഇനിയിപ്പോൾ ഡിഗ്രി ഫെയിൽ ആവാനായിക്കോട്ടെ, +2 ഉള്ളവനായിക്കോട്ടെ, ആർക്കും ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഒന്ന് ഈ പ്രോഗ്രാം ട്രൈ ഔട്ട് ചെയ്യുക. ഇതുവരെ കോഡിങ് പഠിക്കാത്ത ആർക്കും ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുക. അങ്ങനെ ട്രൈ ഔട്ട് ചെയ്ത് രക്ഷപ്പെട്ടു പോയ ആൾക്കാരുടെ കഥകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഇന്നത്തെ പ്ലേസ്മെൻറ്റ് റേറ്റ് അനുസരിച്ച് 167 പ്ലേസ്മെൻറ്റായി. ഇപ്പോൾ ലാസ്റ്റ് കയറിയൊരു പെൺകുട്ടിയാണ്, 6.5 ലാഖിനാണ് LPക്കാണ് കയറിയിട്ടുള്ളത്. അവൾ ഡിപ്ലോമ കഴിഞ്ഞ കുട്ടിയാണ്. ആ കുട്ടിയുടെ പേര് മോസീന എന്നുള്ളതാണ്. ഇപ്പോൾ 18ാമത്തെ ബാച്ചിൽ മെയിൻ സ്റ്റാക്ക് കഴിഞ്ഞ് ബാംഗ്ലൂരാണ് പ്ലേസ്ഡ് ആയത്, 6.5 LPക്ക്. ഇതൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ലിങ്ക്ഡിൻ പേജുകളായിക്കോട്ടെ, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജുകളായിക്കോട്ടെ, ഇവിടെ കമ്പനി വരെ സ്പെസിഫൈ ചെയ്ത് ആൾക്കാരെ പേര് സ്പെസിഫൈ ചെയ്ത് ഇപ്പോൾ ലിങ്ക്ഡിനിലൊക്കെ ഇടുകയാണെങ്കിൽ ഇവരുടെ പ്രൊഫൈലൂടെ ടാഗ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവരോട് വരെ സംസാരിച്ചു വെച്ചാൽ വളരെ ക്ലാരിറ്റിയോടുകൂടി നമ്മളെല്ലാ പ്ലേസ്മെൻറ്റ് ഈ 167 എന്നുള്ളത് അല്ല 168 കേട്ടോ, ഈ ഓരോ പ്ലേസ്മെൻറ്റും നമ്മൾ വരെ കൗണ്ട് ചെയ്ത് ഇത് വെച്ചിട്ട് എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്യണം. അപ്പോൾ നമുക്ക് അത്രയും കറക്റ്റായിട്ട് ഓർമ്മ അതുകൊണ്ടാണ്.
അപ്പോൾ നമ്മൾ ഈ വർഷം നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് വെച്ചാൽ 1500 പേരെ ജോലിയിലോട്ട് കയറ്റാനുള്ള പരിപാടിയാണ് ബ്രോ ക്യാമ്പ് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വന്ന കുട്ടികൾ, ഇപ്പോൾ ഈ ഡിപ്ലോമ കഴിഞ്ഞ കുട്ടി, ഇതിന് മുന്നേ കഴിഞ്ഞതൊക്കെ അതേപോലെ BCom കഴിഞ്ഞ കുട്ടിയാണ്, അതിന് മുന്നത്തെ പ്ലേസ്മെൻറ്റ് സനൂപ് ശശിധരൻ BCom ആണ്, 5.5 LPA 6 മാസം കൊണ്ടാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനത്തെ ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് നമ്മുടെ ചാനൽ കാണുകയും നമ്മുടെ ബേസിക് കോഡിങ് പഠിക്കുകയും ഇങ്ങനെ ഈ 2 ആഴ്ചത്തെ ഫുമിഗേഷൻ ട്രൈ ഔട്ട് ചെയ്ത് വിജയിക്കുകയും എന്നിട്ട് 6 മാസം വർക്കൗട്ട് ചെയ്ത് കയറുന്ന ഒരു പ്രോഗ്രാമാണ്. അങ്ങനെ ജോബിലോട്ട് ഒരുപാട് പേര് നമ്മളെ അടുത്ത് നിന്ന് കയറുന്നുണ്ട്, നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ വരും. എന്താണ് ഇവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവർക്ക് ഫെയിലായി കഴിഞ്ഞാൽ നമ്മളോട് ഭയങ്കര ദേഷ്യമാണ്, ഭയങ്കര വിരോധമാണ്. അപ്പോൾ അതായത് ഈ പ്രോഗ്രാമിൽ നിന്ന് ഫെയിലായി എന്നുള്ളത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല, എന്നിട്ട് നമ്മളെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംഭവം വന്നിട്ടുള്ളത്. ഇതിൽ ഇവൻ പറഞ്ഞൊരു കണക്കുണ്ട്, 4000 മേടിച്ചു പിന്നെ 4000 മേടിക്കുന്നുള്ള ഒരു കണക്ക്. അതെന്താണെന്ന് പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇവിടെ ഒരു കുട്ടി പഠിച്ച് ജോലി കിട്ടിയിട്ടാണ് അവരുടെ ഫീ മേടിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും കോളേജിൽ ഏതെങ്കിലും ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇങ്ങനെ കൊടുക്കുമോ? അതായത് നിങ്ങളെല്ലാവരും പഠിച്ചിട്ട് ജോലി കിട്ടിയിട്ട് പൈസ തന്നാൽ മതി ആരെയും പറയുമോ? ആരും പറയൂല. റിസ്ക് മൊത്തം ഞങ്ങളുടെ തലയിലാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഒരു കുട്ടി പഠിച്ചിട്ട് അവൻ 6 മാസം പഠിച്ചിട്ട് അവന് ജോലി കിട്ടിയിട്ടില്ല, എന്ത് സംഭവിക്കും? ഞങ്ങൾക്കാണ് നഷ്ടം. 6 മാസം അവനെ ഇരുത്തി മെയിൻറ്റെയിൻ ചെയ്ത് നമ്മളെ ടീം എല്ലാവരും കൂടി അവനെ വീക്കിലി റിവ്യൂ ചെയ്യുകയും ടാസ്ക് കൊടുക്കുകയൊക്കെ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് അവൻ്റെ പ്രൊഫൈൽ സെറ്റാക്കി കൊണ്ടുവരാണ്ട് അവൻ അതിൻ്റെ ഇടയ്ക്ക് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അവൻ്റെ കമ്മ്യൂണിക്കേഷൻ രീതികൾ പ്രസൻറ്റ് ചെയ്യാൻ പേടിച്ചിരിക്കുന്ന ആൾക്കാരെ പ്രസൻറ്റ് ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ ആൾക്കാർക്ക് ഡ്രസ്സിങ്, നല്ല പ്രൊഫഷണൽ ഡ്രസ്സിങ് ഇടാൻ ചിലപ്പോൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവില്ല, അതൊക്കെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് മൊത്തത്തിലൊരു, അതായത് ഈ ഒരു പ്രോഗ്രാം എന്നുള്ളത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ടെക്ക് ചേഞ്ച് ചെയ്യണ സാധാരണ ഒരു കോഴ്സ് അല്ല. അങ്ങനത്തെ ഒരു കോഴ്സ് ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് ട്രെയിനിങ് കോഴ്സുകളുണ്ട്. ഇതിനേക്കാളും കുറഞ്ഞ കോഴ്സിന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ കോഴ്സ് വളരെ എക്സ്പെൻസീവായ ഒരു കോഴ്സാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇത് വില കുറഞ്ഞ കോഴ്സായിട്ട് കാണരുത്, ഇത് എക്സ്പെൻസീവായ കോഴ്സാണ്. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വരുന്നവൻ കോഡിങ് മാത്രം സെറ്റ് ചെയ്യാനല്ല, അവൻ്റെ ഓരോ ഫിയറുകളുണ്ടാവും. ആൾക്കാരെ ഫേസ് ചെയ്യുന്നതിൽ ഫിയർ, പ്രസൻറ്റ് ചെയ്യുന്നതിൽ ഫിയർ, ഇംഗ്ലീഷ് സംസാരിക്കുന്നതിൽ ഫിയർ, ഡ്രസ്സ് എടുക്കുന്നതിൽ ഫിയർ, ഒരാളോട് ചെന്ന് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പേടിയുള്ള ആൾക്കാർ, ഇങ്ങനെയുള്ള എല്ലാവരുടെ ലൈഫിലുണ്ടാണ് മൊത്തം ചേഞ്ചും. അതിന് പുറമെ ടെക്നിക്കലി സെൽഫ് ലേണിംഗ് എന്നുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. ഈ സെൽഫ് ലേണിംഗ് എന്ന് പറയുമ്പോൾ പലർക്കും അവരൊന്നും പഠിപ്പിക്കുന്നില്ല, പിന്നെ എന്തിനാ ഈ ഫീസ് മേടിക്കുന്നു ചോദിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് IT കമ്പനികളിൽ ഡേ 1 മുതൽ ഒരാളും പഠിപ്പിക്കില്ല. അവിടെ എന്താണ്? സെൽഫ് സ്റ്റഡിയാണ്. നമ്മൾ പഠിക്കുക, റിസർച്ച് എടുത്തിട്ട് ആ ടാസ്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തുണ്ടാക്കുകയാണ് ചെയ്യണത്. അവിടെ ഇതേപോലെ ഹെൽപ്പ് ചെയ്യാൻ കുറച്ച് ടീമുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ റിസർച്ച് എടുത്ത് ഗൂഗിൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്ത് ആ പ്രൊജക്റ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുക. ഈ സംഭവം ഇവിടുന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇതിനും നല്ലൊരു എംപ്ലോയി, ഇതിനും നല്ലൊരു ടീംമേറ്റ് വേറൊരു IT കമ്പനിക്കും ഊഹിക്കാൻ പറ്റൂല. അതായത് വേറൊരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇങ്ങനത്തെ ആൾക്കാരെ കിട്ടൂല, വേറെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് കഴിഞ്ഞ കുട്ടീനെ ഇത്ര കപ്പാസിറ്റിയിൽ കിട്ടൂല. അത്രയും ലെവലിൽ 2-3 പ്രൊജക്റ്റിലൊക്കെ വർക്ക് ചെയ്ത് ഗിറ്റും കോഡിങ് സ്റ്റാൻഡേർഡൊക്കെ യൂസ് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് ടെക്നിക്കലി പ്രൂവൺ സ്കില്ലായി ലൈഫിൽ മൊത്തം കുറേ ചേഞ്ചസും കൊണ്ടുവരുന്ന കുറച്ച് ആൾക്കാരെ ഉണ്ടാക്കിയെടുക്കുന്ന പരിപാടിയാണിത്. അല്ലാതെ നിങ്ങൾ സാധാരണ കോഴ്സ് 2.5 മണിക്കൂർ കോഴ്സിന് പോയിരിക്കുക, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് എൻജോയ്മെൻറ്റ്, അത് കഴിഞ്ഞിട്ട് പിന്നെ സിനിമയ്ക്ക് പോവുക, എൻജോയ് നടക്കുക, സാറ്റർഡേ സൺഡേ ഓഫ്, ഇതൊക്കെ പ്രതീക്ഷിക്കുന്ന ആൾക്കാർക്ക് പറ്റിയ പരിപാടിയല്ല ബ്രോ ക്യാമ്പ്. വളരെ വർക്കത്തിക്ക് ബിൽഡ് ചെയ്യുന്ന പ്രോഗ്രാമാണ്. അത് ഇവിടെ സാറ്റർഡേ സൺഡേ ഉണ്ടാവില്ല. നമുക്ക് ഓണം, വിഷു, പെരുന്നാൾ, ക്രിസ്മസ് ഇതൊന്നും നമ്മൾ അറിയ പോലും ഇല്ല. 6 മാസം ഡെഡിക്കേറ്റഡ് ഒരു സ്കില്ലിന് വേണ്ടി പണിയെടുക്കുകയാണ്. ഇവിടെ നമ്മൾ ആ വർക്ക് ചെയ്യുന്നതിൻ്റെ റിസൾട്ടാണ് അവരുടെ ലൈഫിൽ ഉണ്ടാകാൻ പോണ എമൗണ്ടും അവരുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഫ്രീഡവും. ഇത് എൻജോയ് ചെയ്യാനുള്ള ഇപ്പം എടുക്കുന്ന റിസ്ക്കാണ് അവർ. അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി ആ റിസ്ക് എടുക്കാൻ റെഡി ആവുന്നവരാണ് ഈ വന്നിരിക്കുന്നവർ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യാനോ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ മടിയന്മാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യാനോ അവരുടെ അഭിപ്രായത്തിന് പിന്നാലെ പോകാനോ അതിനൊന്നും താങ്ങാനോ ഞങ്ങൾ നിൽക്കില്ല. ഞങ്ങൾക്ക് താല്പര്യവുമില്ല. ആ ഒരു കാര്യം ക്ലിയർ ആക്കി തരാനാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യണത്. അങ്ങനെയുള്ള എല്ലാവരും, ഇങ്ങോട്ട് വരാൻ പോകുന്ന എല്ലാവരും, ഇനി വന്നിട്ടുള്ളവരും പോയവരും എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഇനി അതിൽ അതിൻ്റെ ഫീ സ്ട്രക്ചർ പറഞ്ഞുതരാം. അതായത് നമ്മൾ പഠിച്ചു കഴിഞ്ഞ് ജോലി കിട്ടിയിട്ടാണ് ഫീ എന്ന് പറഞ്ഞു. അപ്പോൾ പഠിച്ചു കഴിഞ്ഞ് ജോലി കിട്ടിയിട്ടാണ് ഫീ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു സ്ഥലത്ത് വന്നിരിക്കുമ്പോൾ അതിനൊരു ചിലവുണ്ട്. വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ ഇവർക്കൊരു വർക്ക് സ്റ്റേഷനാണ് കൊടുക്കുന്നത്. സാധാരണ ഇപ്പോൾ ഒരു ക്ലാസ് റൂമിൽ ഒരു ബെഞ്ച് ഡെസ്ക് ഇട്ടിരിക്കുക, എന്നിട്ട് ഒരു ടീച്ചർ വന്ന് കുറേ സാധനം പഠിപ്പിക്കുന്നതൊന്നുമല്ല. ഒരു IT കമ്പനിയിൽ എങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലെ വർക്ക് സ്റ്റേഷൻ എൻവയോൺമെൻറ്റ് കൊടുക്കും. എന്നിട്ട് അതിലിരുന്നിട്ടാണ് ഇവർ വർക്കൗട്ട് ചെയ്യണത്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്പേസിന് നല്ല എക്സ്പെൻസാണ്. ഇപ്പോൾ നമ്മൾ ഇൻഫോ പാർക്കിലാണെങ്കിൽ, ഇവിടെ പുറത്തൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ കാലിക്കറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല എക്സ്പെൻസ് വരുന്നുണ്ട് ഈ ഒരു സ്പേസ് ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഇത് നമ്മൾ ഇനീഷ്യലി നമ്മൾ പല കോവർക്കിംഗ് സ്പേസുകളിൽ കൊടുത്തു. ഇപ്പം നമ്മൾ പല പല സ്പേസിൽ നമ്മൾ തന്നെ സ്വന്തമായിട്ട് സ്പേസ് എന്താണ് ഇൻറ്റീരിയർ ചെയ്തൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ വലിയ എക്സ്പെൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ മന്ത്ലി റെൻറ്റ് മേടിക്കും ഈ കുട്ടിയുടെ നിന്ന്. അപ്പോൾ നമ്മൾ കുട്ടിയുടെ നിന്ന് റെൻറ്റ് മേടിക്കുന്നത് 4000 റുപ്പീസാണ്. അതവൻ പറഞ്ഞത് ശരിയാണ്, 4000 രൂപയാണ് റെൻറ്റ് മേടിക്കുന്നത്. എന്ന് വെച്ചാൽ ആ കുട്ടിയുടെ വർഷേഷൻ്റെ ഒരു മന്ത്ലി റെൻ്റൽ എക്സ്പെൻസ് ആണ്. അതിൽ അവൻ്റെ ഇലക്ട്രിസിറ്റി, ഇൻ്റർനെറ്റ്, അതേപോലെ ബേസിക് ആയിട്ടുള്ള വെള്ളം, മറ്റു കാര്യങ്ങളെല്ലാം അതിൽ ഉൾപ്പെടും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, 4000 റുപ്പീസിനാണ് ഈ സ്പേസ് കൊടുക്കുന്നത്. നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ നമ്മുടെ നാട്ടിലെ കോവർക്കിംഗ് സ്പേസുകളിൽ 6000 7000 ഒക്കെയാണ് നല്ല കോവർക്കിംഗ് സ്പേസിൽ റെൻറ്റ് വരുന്നത്. ഈവൻ കൊച്ചിയിലൊക്കെ 8 9 ഒക്കെ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥലത്താണ് നമ്മൾ 4000 ഇത് എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നത്. അതിന് 4000 ഈ സ്പേസ് റെഡിയാക്കി എടുത്തിട്ട് കുട്ടികൾക്ക് അത്രയും ടൈറ്റ് ഷെഡ്യൂൾ, ചില സ്ഥലത്തൊക്കെ ഞങ്ങൾക്ക് അതിനേക്കാൾ കോസ്റ്റ് ആവുന്നുണ്ട്, എന്നാലും നമ്മൾ 4000 എല്ലായിടത്തും ഒരേ വിലയാണുള്ളത് എന്ന് വെച്ചിട്ട് 4000 കീപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ പ്രോഗ്രാമിന് വരുന്ന കുട്ടികൾ ഇനീഷ്യലി ഒരു 10000 രൂപ കോഷൻ ഡെപ്പോസിറ്റ് അടയ്ക്കും. ഈ കോഷൻ ഡെപ്പോസിറ്റ് എന്തിനാണെന്ന് വെച്ചാൽ ഒരു ഫിയറിനാണ്. ഫിയർ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞിട്ട് ജോലി കിട്ടിയിട്ട് പൈസ കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ, അപ്പോൾ ഒരു ദിവസം രാവിലെ തോന്നുകയാണ് എനിക്ക് പോകാൻ തോന്നുന്നില്ല, ഒരു മടി തോന്നുകയാണ്, ഒരു നഷ്ടവും ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഒരാൾ പരിപാടിക്ക് വരില്ല. ഇത് ഞാൻ ടെക്നോളജി വളർത്തണം എന്നുള്ള രീതിയിൽ പിങ്ക് ഫൗണ്ടേഷൻ എന്നുള്ള പേരിൽ ഒരു NGO നടത്തിയിട്ടുണ്ട് നമ്മുടെ കാലിക്കറ്റ്. ഈ പിങ്ക് ഫൗണ്ടേഷൻ്റെ പേരിൽ ഒരുപാട് വർക്ക്ഷോപ്പും, ഇപ്പോൾ 10 ഡേയ്സിൻ്റെ നോഡ് ജേഴ്സ് വർക്ക്ഷോപ്പ്, 10 ഡേയ്സിൻ്റെ കോഡ്ലിൻ ആൻഡ്രോയിഡ് വർക്ക്ഷോപ്പ്, ഇങ്ങനെ പല വർക്ക്ഷോപ്പുകൾ ഞാൻ ഇവിടെ നടത്തിയിട്ടുണ്ട്. കാലിക്കറ്റൊക്കെ സൈബർ പാർക്കിലൊക്കെ പല സ്ഥലത്ത് അതിന് വേണ്ടിയിട്ട് സ്പേസ് അന്വേഷിച്ചടക്കലും അത് എങ്ങനെയൊക്കെയോ ആൾക്കാരുടെ എത്തിച്ച് നമ്മൾ എങ്ങനെയെങ്കിലും വർക്ക്ഷോപ്പ് നടത്താൻ നോക്കാറുണ്ട്. ഈ വർക്ക്ഷോപ്പ് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ പേര് 100-500 പേര് രജിസ്റ്റർ, ഇവരൊക്കെ വിളിച്ച് അവസാനം 10-30 സീറ്റ് കൺഫേം ചെയ്ത് എല്ലാം സെറ്റ് തലേന്ന് വരെ വിളിക്കുമ്പോൾ നാളെ വരും എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. പിറ്റേന്ന് നോക്കുമ്പോൾ 5-10 ആൾക്കാരുണ്ടാവും, 30 പേര് കൺഫേം ചെയ്തിട്ട്. ഇതായിരുന്ന അവസ്ഥ. അതായത് ഫ്രീ ആയിട്ടൊരു സാധനം ഒരാൾക്ക് കിട്ടുമ്പോഴേ ഒരു വിലയില്ല. ഈ ഒരു അവസ്ഥ ഞാൻ ഫേസ് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കറിയാം, തുടക്കത്തിൽ ഒരു പൈസയും മേടിക്കാതെ നിങ്ങളെല്ലാം പഠിച്ചായിട്ട് ജോലി ഇട്ടിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തന്നെ 4 ദിവസം കഴിഞ്ഞാൽ ഇവിടെ കാണൂല, അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞാൽ കാണൂല, 2 മാസം കാണാൻ കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞാൽ കാണൂല, അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ കാണൂല കുറേ ആൾക്കാരെ. എന്താ വെച്ചാൽ ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല അവർക്ക്. അപ്പോൾ ആ ഒരു ലെവലിൽ പോയിട്ട് കാര്യമില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ 10,000 റുപ്പീസ് കോഷൻ ഡെപ്പോസിറ്റ് വെച്ചിട്ടുണ്ട് തുടക്കത്തിൽ. ഈ കോഷൻ ഡെപ്പോസിറ്റ് 2 രീതിയിൽ തിരിച്ചു കൊടുക്കും. അതായത് ആദ്യത്തെ 14 ദിവസത്തെ ഫുമിഗേഷൻ പീരീഡ് ഫെയിൽ ആവുകയാണെങ്കിൽ, തോൽക്കുകയാണെങ്കിൽ, അവർ വീട്ടിൽ പോവുകയാണ്, തിരിച്ചു പോവുകയാണ്, എനിക്ക് പറ്റണില്ല എന്ന് പറയുകയാണെങ്കിൽ ആ 10,000 രൂപയിൽ 1 രൂപ കട്ട് ചെയ്യാതെ എല്ലാവർക്കും തിരിച്ചു കൊടുക്കും. അതിന് പകരം വരാമെന്ന് പറഞ്ഞിട്ട് പ്രോഗ്രാമിന് പിറ്റേന്ന് രാവിലെ വിളിച്ചിട്ട് കൊടുക്കാത്തവനൊന്നും പൈസ കൊടുക്കില്ല. പക്ഷേ പ്രോഗ്രാമിന് വന്ന് ഫുമിഗേഷൻ ഫെയിൽ എന്നെ കൊണ്ട് നടക്കൂല എന്ന് പറയണവന് 10,000 രൂപ തിരിച്ചു കൊടുക്കും. അതുപോലെ തന്നെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് 6 മാസം കഴിഞ്ഞ് അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഈ 10,000 രൂപ ഇവർക്ക് തിരിച്ചു കൊടുക്കും, റീഫണ്ട് ചെയ്ത് കൊടുക്കും. അതായത് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുന്നതിനും തിരിച്ചു കൊടുക്കും. അതേപോലെ ഫുമിഗേഷൻ പീരീഡിനുള്ളിൽ ഫെയിൽ ആവുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു കോഴ്സിന് ഈ ഓഫർ കിട്ടുമോ? അതായത് നമ്മളൊരു കോളേജിൽ ചെന്ന് കയറുകയാണ്, എനിക്ക് 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച എന്നിട്ട് ഈ കോളേജ് പറ്റുമോ, ഇഷ്ടപ്പെടുമോ നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമോ, ഇല്ല എനിക്ക് വീട്ടിൽ പോകാൻ പറ്റുമോ, ഇങ്ങനൊരു ഓപ്ഷൻ വേറെ ഒരു കോഴ്സിനും കിട്ടൂല. എന്നാൽ നമ്മുടെ കോഴ്സിന് അതുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഈ വർക്ക്ഷോപ്പിൽ വരുന്ന അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിലോട്ട് വരുമ്പോൾ ആദ്യത്തെ 3 ദിവസം ക്ലാസ് ഉണ്ട്. ഈ 3 ദിവസം ക്ലാസ്സിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതായത് ഇങ്ങനെ കാര്യങ്ങളാണ്, ഇങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ 2 ആഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് പോവുകയാണ്, ഏറ്റവും ബെനിഫിറ്റ് അതാണ്. അതുകൊണ്ട് നിങ്ങൾ പോകേണ്ടവരൊക്കെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്ലാനായിട്ട് വരുന്ന ആൾക്കാരോ, ഇത് ഫുള്ളി ഡെഡിക്കേറ്റഡ് പ്രോഗ്രാമാണ്, നിങ്ങൾ ചെറിയ പ്രോഗ്രാമായിട്ടൊക്കെ എക്സ്പെക്ട് ചെയ്ത് വരികയാണെങ്കിൽ 2-3 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്ന പ്രോഗ്രാമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ പരിപാടിക്ക് പോക്കോ, അങ്ങനെയുള്ള ആൾക്കാർക്ക് പറ്റിയ പരിപാടിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഇവരോട്. അങ്ങനെയുള്ള ആൾക്കാർ 2 ആഴ്ചക്ക് പോയി കഴിഞ്ഞാൽ ഇവർക്ക് 10,000 രൂപയും തിരിച്ചിട്ടും ആ 2 ആഴ്ച സമയമേ പോയിട്ടുള്ളൂ, വേറെ ഏതെങ്കിലും കോഴ്സ് പോയി ചെയ്തോ നമ്മൾ പറയാറുണ്ട്. റെക്കമെൻഡ് ചെയ്യുന്ന കാര്യമാണ്. ഏത് കുട്ടിയോടും ചോദിച്ചു നോക്ക്, വർക്ക്ഷോപ്പിൽ നമ്മൾ അങ്ങനെ പറയാറില്ല എന്നുള്ളത്. അപ്പോൾ അതാണ് കോഷൻ ഡെപ്പോസിറ്റിൻ്റെ കേസ്. ഇനി റെൻറ്റിൻ്റെ കേസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ വർഷേഷനൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി നമുക്ക് കോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിന് വേണ്ടി 4000 രൂപ മേടിക്കുന്നത്. അപ്പോൾ ഓരോ മാസമാണ് ഈ കുട്ടികളുടെ നിന്ന് 4000 രൂപ നമ്മൾ മേടിക്കണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഫീസ് നമുക്ക് കിട്ടുന്നത് അത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇത്രയും കുട്ടികളെ ഒരു 200 കുട്ടികൾ വരികയാണ്, അവർക്ക് 4000 രൂപ വെച്ച് റെൻറ്റ് കൊടുക്കേണ്ട. ഇപ്പോൾ 100 കുട്ടികൾ എന്ന് പറയുമ്പോൾ 4 ലക്ഷം, 200 കുട്ടികൾ എന്ന് പറഞ്ഞാൽ 8 ലക്ഷം. ഇത്ര പല ഹബ്ബുകൾ ഒരുപാട് കുട്ടികളുണ്ടാകുമ്പോൾ ഇത്രയും റെൻറ്റ് നമ്മൾക്ക് 6 മാസം കൊടുത്തിരിക്കാൻ നമ്മുടെ അടുത്ത് ഫണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഫിസിക്കൽ സ്പേസ് യൂസ് ചെയ്യുന്നതിൻ്റെ കോസ്റ്റ് കുട്ടികൾ തന്നെ വഹിക്കണം എന്നാണ് പറയുന്നത്. അവർ തന്നെ വഹിക്കണം വെച്ചാൽ അവർ യൂസ് ചെയ്യുന്ന സ്പേസാണ്, നമുക്ക് അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ ഇത് അവർ തന്നെ വഹിക്കണം. അപ്പോൾ അത് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, റെൻറ്റ് മേടിക്കുകയാണ്. അപ്പോൾ ഈ ഫസ്റ്റ് വരുന്ന ഒരാളും ഈ 4000 രൂപ റെൻറ്റ് അടയ്ക്കണം. റെൻറ്റ് അടച്ചിട്ട് വരികയാണ്. അപ്പോൾ അവന് 3 ദിവസത്തെ ക്ലാസ്സും 14 ദിവസത്തെ ഫുമിഗേഷൻ ടൈമും കിട്ടും. അതായത് 15, 16, 17 ദിവസത്തെ സമയം അവൻ സ്പെൻഡ് ചെയ്യുകയാണ്. എന്നിട്ട് അവൻ ഫുമിഗേഷൻ ഫെയിലായി കഴിഞ്ഞാൽ അവന് റെൻറ്റ് തിരിച്ച് നമ്മൾ കൊടുക്കില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ റെൻറ്റ് ഞങ്ങളുടെ ഇൻകം അല്ല,
ഈ റെൻറ്റിൽ നിന്ന് ഞങ്ങൾക്ക് ഇൻകം കിട്ടാനില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു സ്പേസ് റെൻറ്റിന് എടുത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങളാണ് സ്പേസിൻ്റെ മുതലാളി, വേറെ ആരായിക്കോട്ടെ, എന്ത് സ്ഥാപനം നടത്തണമായിക്കോട്ടെ, മന്ത്ലി റെൻറ്റാണ് അവിടെ കൊടുക്കുക. ഇപ്പം ഞാൻ ബിൽഡിങ്ങിന് ഓണറോട് പറയാം, ഞങ്ങളുടെ പരിപാടിയിൽ 14 ദിവസമാണ്, അതുകൊണ്ട് ഞങ്ങൾ 14 ദിവസത്തും കഴിഞ്ഞാൽ 50 കുട്ടികൾ ഫുമിഗേഷൻ ഔട്ട് ചെയ്ത് പോകും, അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുള്ളൂ 14 ദിവസത്തെ റെൻറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? എടാ നീ ആയാലും പറ്റൂല, നീ വേറെ ആരും നടത്തിയാലും പറ്റൂല, ആരും ഇത് സമ്മതിക്കൂല, അതൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ നീ ഒരു 14 ദിവസം 17 ദിവസം ഇരുന്നാലും നമ്മൾ ഒരു മാസത്തെ റെൻറ്റ് അവിടെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ പൈസ നിൻ്റെ അടുത്ത് കിട്ടുന്ന പൈസ അവർക്ക് റെൻറ്റ് കൊടുക്കാൻ നമ്മൾ യൂസ് ചെയ്യണത്. ഇനി രണ്ടാമത്തെ പ്രാവശ്യം ഈ കുട്ടി വരികയാണെന്ന് വിചാരിക്കുക, അത് ഒരു പ്രാവശ്യം ഫുമിഗേഷൻ ഫെയിലായി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഒരു കുട്ടിയോടും പറയാറില്ല ഇങ്ങോട്ട് പോര്, ഇവിടെ വന്നിട്ട് എങ്ങനെയും ചെയ്തോ, രണ്ടാമത് ഡിസ്കസ് ചെയ്യണ ഒരു ഇവൻറ്റ് പോലും ഇല്ല. ഇതൊക്കെ തുടക്കത്തിൽ 3 ദിവസമേ പറഞ്ഞിട്ടുള്ളൂ. അതായത് ഇങ്ങനെ ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളത്. അല്ലാതെ ഫുമിഗേഷൻ ഫെയിലായി കഴിഞ്ഞാലും ഇങ്ങോട്ട് പോര് എന്ന് ആരും വിളിക്കണില്ല. എല്ലാവരോടും പറയണത് വേഗം പൊക്കോ എന്നുള്ളത് മാത്രമേ ഞങ്ങൾ പറയാറുള്ളൂ. പൊക്കോ എന്ന് പറയാൻ മാത്രമല്ല, നമ്മൾ ഈ പ്രോഗ്രാം തുടങ്ങിയ സമയത്ത് 2.5 വർഷം മുന്നേ ആദ്യത്തെ ഒരു 3-4 ബാച്ച് വരെ ഫുമിഗേഷനിൽ ഔട്ടായി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് എൻട്രി ഇല്ലായിരുന്നു. അതിൻ്റെ പേരിൽ ഞങ്ങളോട് കുറേ പേർക്ക് ശത്രുതായി, വീണ്ടും പഠിക്കാൻ താല്പര്യമായിട്ട് ഞങ്ങൾക്ക് ഇങ്ങോട്ട് എൻട്രി കൊടുക്കാതിരുന്നിട്ട് പിന്നെ ഞങ്ങൾ കുട്ടികളെ റിക്വസ്റ്റ് ചെയ്തതിന് ശേഷം ആഡ് ചെയ്താണ് രണ്ടാമത്തെ ബാച്ചിലോട്ട് വീണ്ടും കയറാമെന്നുള്ളത്. പക്ഷേ രണ്ടാമത്തെ ബാച്ചിലോട്ട് വീണ്ടും കയറുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കുട്ടി 14 ദിവസം പ്ലസ് 3 ദിവസം ഇരുന്ന് 17 ദിവസമാണ് ഇരുന്നതെന്ന് വിചാരിക്കുക. എന്നിരുന്നാൽ പോലും അടുത്തൊരു ബാച്ച് തുടങ്ങണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരാഴ്ച കഴിയും. പോട്ടെ, മിക്കവാറും ഞങ്ങളുടെ ബാച്ചുകൾ തുടങ്ങാൻ വെച്ചാൽ ഒരു മാസത്തിൽ ഒരു സിറ്റിയിൽ, ഇപ്പോൾ കാലിക്കറ്റാണ് ഈ മാസമാണ്, അടുത്ത മാസം ഒരു ബാച്ച് ഉണ്ടാവുള്ളൂ. തുടക്കത്തിൽ അവൻ പറഞ്ഞു ഇതിൻ്റെ ഇടയ്ക്ക് തുടക്കത്തിൽ ഏതോ ബാച്ചിന് കൊടുത്തല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അത് കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്നൂടി പറഞ്ഞുതരാം. കാലിക്കറ്റ് നമ്മൾ പുതിയ കിൻഫ്രയിലെ ഹബ്ബ് തുടങ്ങിയ സമയത്ത് ബാച്ചുകൾ കുറേ കുട്ടികൾ 250ഓളം കുട്ടികൾ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു ബാച്ച് തുടങ്ങുന്നു, അതിൻ്റെ അടുത്ത ആഴ്ച തന്നെ അടുത്ത ബാച്ച് തുടങ്ങുന്നു, ആ രീതിയിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കേസിൽ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഒരു മാസം ഇപ്പോൾ ഒരു ഫുമിഗേഷൻ കഴിഞ്ഞ് അടുത്ത ഫുമിഗേഷൻ ചിലപ്പോൾ ആ ഒരു മാസത്തിനുള്ളിൽ തന്നെ വരാൻ സാധ്യതയുണ്ട്. മനസ്സിലാവുണ്ടോ? ആദ്യത്തെ ഒരു 14 ദിവസം കഴിഞ്ഞ് ഒരു 3 ദിവസത്തെ സമയത്തിനിടയ്ക്ക് തന്നെ അടുത്തൊരു ഫുമിഗേഷൻ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു മാസത്തിനുള്ളിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ആ കോസ്റ്റ് കവർ ചെയ്യാൻ പറ്റും നമുക്ക്. പക്ഷേ ഈ മാസം ഒരു ബാച്ച് എടുത്തി 14 ദിവസം കഴിഞ്ഞ് ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് ശേഷം പിന്നെ അടുത്ത ബാച്ച് അടുത്ത മാസം നടത്തുമ്പോൾ നമുക്കവിടെ 2 മാസത്തെ റെൻറ്റ് കൊടുക്കണമല്ലോ. ആ റെൻറ്റ് വേറെ ആരും വന്ന് കൊടുക്കുമോ? വെറുതെ ചിരിച്ചടിച്ചെടുത്താൽ കൊടുക്കൂലല്ലോ. കമൻറ്റ് ചെയ്തിട്ടോ മാനത്തോട്ട് നോക്കി നിന്നിട്ട് ആരും കൊടുക്കൂല. നമ്മളവിടെ പൈസ ആയിട്ട് തന്നെ കൊടുക്കണം. അപ്പം നമ്മൾ പറഞ്ഞത് എന്താ വെച്ചാൽ രണ്ടാമത് അറ്റൻഡ് ചെയ്യാൻ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇനി രണ്ടാമത് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ വന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ റെൻറ്റ് പേ ചെയ്യണം ആ മാസത്തിൻ്റെ. അത് ഞങ്ങൾ വളരെ കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് അറിയാത്ത കാര്യമൊന്നുമല്ല, എനിക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യണത്. അതിന് നമുക്കും വേദന ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു കുട്ടി വരിക 14 ദിവസം ഇരിക്കുക, അവന് ഫുൾ ഒരു 1000 റുപ്യേൻ്റെ ഒരു റെൻറ്റിന് നഷ്ടം വരും. എന്നിട്ട് രണ്ടാമത്തെ ബാച്ചിൽ വരുമ്പോൾ വീണ്ടും നഷ്ടം സഹിക്കേണ്ടി ചിലപ്പോൾ. ഇങ്ങനെയൊക്കെയുള്ള രീതി ഉണ്ടായിരുന്നു. ആദ്യം ഞങ്ങൾ തുടക്കത്തിൽ ചെറിയ റീഫണ്ട് കൊടുത്തു. രണ്ടാമത്തെ പ്രാവശ്യം ഫെയിൽ ആവുകയാണ് റീഫണ്ട് കൊടുക്കാൻ ചെറിയ ഓപ്ഷൻസ് ഒക്കെ കൊടുത്തു നോക്കിയിരുന്നു ആ തുടക്കത്തിൽ. പിന്നെ എനിക്ക് മനസ്സിലായി ഞങ്ങൾക്ക് കോസ്റ്റ് വരും. കുട്ടികൾ 14 ദിവസം 15 ദിവസം ഇരുന്നാലും ഒരു മാസം റെൻറ്റ് നമുക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ നഷ്ടം ഇതാക്കേണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, കുട്ടികളിൽ നിന്ന് മേടിക്കുകയാണ്. അത് മേടിക്കാതെ വഴിയില്ല. ഒരുപാട് കുട്ടികളാകുമ്പോഴേ പക്ഷേ നമുക്ക് തുടക്കത്തിലൊക്കെ 10, 15, 20 ബാച്ചുള്ള സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് നമുക്ക് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. വളരെ കുറഞ്ഞ പൈസ വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഇത് 100 കുട്ടികൾ 200 കുട്ടികളും ബാച്ചിൽ വരുമ്പോഴേ ഇത്രയും പേര് നമ്മൾ പിന്നെ രണ്ടാമത് ഫ്രീ ആയിട്ട് വന്നിരിക്കുക വരുമ്പോഴേ നമുക്ക് അത്രയും സീറ്റ് അവിടെ മാറ്റിയിടണം. പുതിയ കുട്ടികൾക്ക് വരാനുള്ള സീറ്റ് മാറ്റിയിട്ടാണ് ഇവർ വന്നിരിക്കുമ്പോൾ ഇവർക്ക് റെൻ്റ് ഇല്ലാതെ ഇരുത്തുക എന്നുള്ളത് ഭയങ്കര നഷ്ടമാവും. ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒന്നാമത് വേറെ ഫീസൊന്നും മേടിക്കണില്ല. ഫീസൊക്കെ ജോലി കിട്ടിയിട്ടാണ് മേടിക്കുന്നത്. അവിടെയൊക്കെ ഞങ്ങൾക്ക് വലിയ വലിയ റിസ്ക്കുകളാണ്. ജോലി കിട്ടണ വരെ ഞങ്ങളുടെ തലയിലാണ് റിസ്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യുക, റെൻ്റ് ഇല്ലാതെ അവിടെ ഇരുത്താൻ പറ്റൂല, നമ്മളെ കൊണ്ട് നടക്കൂല. ആദ്യം നമ്മൾ വീഡിയോയിലും പറയുന്നുണ്ട്, നമ്മുടെ ടീമിനെ വിളിച്ച് സംസാരിക്കുന്ന സമയത്തും പറയുന്നുണ്ട്. ഇവിടെ വന്നിരുന്നിട്ട് 3 ദിവസത്തെ വർക്ക്ഷോപ്പിലാണ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോഴും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ, അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ പ്രാവശ്യം റെൻറ്റ് കൊടുക്കണം എന്നുള്ളത്. പക്ഷേ ആരും രണ്ടാമതും കൊണ്ട് വരണം നമ്മൾ കമ്പൽസറി ഒരു നിയമവും ഇല്ല. ആദ്യത്തെ പ്രാവശ്യം ഫുമിഗേഷൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ അവർക്ക് പോകാൻ വേണ്ടവർക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് 16 രൂപ തിരിച്ചിട്ട് ഒരു നഷ്ടവും ഇല്ല. ഇത് ചെയ്യേണ്ടതിന് പകരം അവനോട് ആരാ അറിയില്ല, അവനോട് ഇരിക്കാൻ പറഞ്ഞു നിൽക്കാൻ അവൻ പറയണത് വെറും കള്ളാണ്. അതേപോലെ 70 പേര് അറ്റൻഡ് ചെയ്തിട്ട് 10 പേരെ 11 പേരെ സെലക്ട് ചെയ്ത ബാച്ച് എന്നൊക്കെ പറഞ്ഞ് വെറും ബുൾഷിറ്റാണ് അവൻ പറയണത്. വെല്ലുവിളിക്കണ്. അവന് പിതൃശൂന്യമായിട്ടുള്ള ഈ കമൻറ്റ് ഇടുന്നതിന് പകരം സ്വന്തം പേര് വെളിപ്പെടുത്തിയിട്ട് വന്നിട്ട് അവന് സംസാരിക്കുക. അപ്പോൾ മറുപടി പറഞ്ഞു ഏത് ബാച്ചാന്ന് പറയും. അങ്ങനെയാണെന്ന് സംസാരിക്കുക. നീ അങ്ങനെയാണ് ആ ബാച്ചിൽ എത്ര പേരുണ്ട് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് മനസ്സിലാവേണ്ട. എനിക്ക് നേരിട്ട് വേണേൽ ഡിസ്കസ് ചെയ്യാം. നമുക്ക് വളരെ ഡീസൻ്റ് നമുക്ക് ലൈവ് ഡിസ്കഷൻ വയ്ക്കാം. എന്നിട്ട് നമുക്ക് സംസാരിക്കുക. അങ്ങനെ ധൈര്യത്തോടെ നീ സംസാരിക്കുക. അങ്ങനെ വന്നിട്ട് നീ പിതൃശൂന്യമല്ലാത്ത കമൻറ്റുകൾ ഇട്ട് അപ്പോൾ സംസാരിക്കുക. അല്ലാണ്ട് ലാലേട്ടൻ്റെ പേരൊന്നും പറഞ്ഞാൽ ഇങ്ങനെ വരല്ലേ.
പിന്നെ ഈ ഇത്രയും പേര് പുറത്താക്കുന്നൊക്കെ പറഞ്ഞു, ഈ 50% ആൾക്കാരെ ഞങ്ങളൊരു ഇത്ര വെച്ചിട്ട് പുറത്താക്കില്ല. ബേസിക് കോഡിങ് കാര്യങ്ങളും നടക്കാത്ത ഒരാൾക്ക് വന്നിട്ട് വെബ് ഡെവലപ്മെൻറ്റിന് എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാനോ അല്ലെങ്കിൽ ലൂപ്പും ആരെയും കാര്യങ്ങളും മനസ്സിലാവാത്ത ഒരാളെ കൊണ്ടുവന്നിട്ട് അടുത്തൊരു മെഷീൻ ലേണിങ്ങിൻ്റെ ഒരു സാധനം പഠിപ്പിക്കാനൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾക്ക് താല്പര്യവുമില്ല. അങ്ങനെ പഠിക്കാത്തവൻ എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഇതെന്താ കോളേജോ? ഇതെന്താ നമ്മുടെ നാട്ടിലെ മറ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടോ? അതല്ല. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും വരിക, നിങ്ങളോട് എല്ലാവരോടും ഫീസ് മേടിക്കുക, പഠിക്കുന്നവനും പഠിക്കാത്തവനൊക്കെ ഫീസ് മേടിക്കുക, എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കുക. ഇതല്ല സ്ഥാപനം, അതിന് പറ്റിയ സ്ഥാപനമല്ല. ഞാൻ പറഞ്ഞല്ലോ അതിനുള്ള സ്ഥാപനം നമ്മുടെ നാട്ടിൽ എല്ലാ സ്ഥാപനങ്ങളും അങ്ങനെ ഉണ്ട്. നിങ്ങൾ അങ്ങോട്ട് പോക്കോ. അപ്പോൾ റെൻറ്റിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് അവസ്ഥ. നമുക്ക് കിട്ടുന്ന എമൗണ്ട് അല്ല, അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കിയിട്ട് ജീവിക്കാനുള്ള ദാരിദ്ര്യമൊന്നും നമുക്കില്ല. അതൊന്ന് മനസ്സിലാക്കുക. അത് അവിടെ ബിൽഡിങ്ങിന് കൊടുക്കുന്ന കോസ്റ്റാണ്, നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. അതുകൊണ്ട് കൊടുക്കുകയാണ്. അത് ഇനിയും നിനക്ക് മനസ്സിലാവണില്ലെങ്കിൽ നിനക്ക് എന്തോ മാനസിക പ്രശ്നമുണ്ട്, അല്ലാതെ നമുക്കൊന്നും അതിനൊന്നും പറയാനില്ല. ഇനി നീ പറഞ്ഞു 5% ആൾക്കാരാണ് വേറെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന് ഇവിടുന്ന് സെറ്റ് ആവുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ്. എൻ്റെ പൊന്നു മോനെ, ആ പ്ലേസ്മെൻറ്റ് ലിസ്റ്റ് ഒന്ന് നോക്ക്. ഇവിടുന്ന് ജോലി കിട്ടി പോയ ആൾക്കാർ പലരും പല ബാക്ക്ഗ്രൗണ്ടാണ്, എല്ലാം മിക്സ് ചെയ്തിട്ട് തന്നെ ഉള്ളത്. 50% ആൾക്കാർ വേറെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെയാണ്. വെല്ലുവിളിക്കണ തന്നെ. നീ ലിങ്ക്ഡിനിൽ പോസ്റ്റ് എടുത്ത് നോക്ക് ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുള്ളത്. അതൊന്ന് കണ്ടുപഠിക്കുന്നത്. അതിൽ കൂടെ ഒന്ന് നിന്നോട് ആ പെർസെൻറ്റിനോട് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. നീ ആദ്യം പറഞ്ഞ 70-11 എന്ന് പറയുന്നത് തന്നെ ഭൂലോക കളതരാണ്. പിന്നെ അവൻ ബ്രാക്കറ്റിലിട്ടൊരു കാര്യം പറഞ്ഞു. ഫസ്റ്റ് ടോക്കിൽ നിഖിൽ ബ്രോ തന്നെ പറഞ്ഞു ടെർമിനേഷനാണ് ഇവരുടെ ഹരം, ടെർമിനേറ്റ് ചെയ്താൽ 10,000 കൊടുക്കണമല്ലോ എന്ന്. അറിയാതെ വായിൽ നിന്ന് വീണതാണെന്ന് അറിയില്ല. അല്ല, അറിഞ്ഞുകൊണ്ട് വീണതാണ്. അതെന്താണെന്ന് വെച്ചാൽ ഫുമിഗേഷൻ കഴിഞ്ഞ് സെറ്റാവുന്ന ആൾക്കാർ 6 മാസത്തിനിടയ്ക്ക് മടി കാണിച്ചു കഴിഞ്ഞാൽ അവരെ 16 രൂപ കട്ട് ചെയ്യും. അത് 16 രൂപ കട്ട് തന്നെ ചെയ്യും. ആ കട്ട് ചെയ്യണ ഫിയർ ഉണ്ടാകുമ്പോഴേ നിങ്ങൾ പണിയെടുക്കുള്ളൂ. നിങ്ങൾക്ക് ഞാൻ പലപ്പോഴും അവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരു 10 ലക്ഷം രൂപ 10 ലക്ഷം രൂപ ഈ 100 പേര് വന്നിട്ട് എല്ലാവരും 10 ലക്ഷം രൂപ വെച്ചതാ. എല്ലാവർക്കും കംപ്ലീറ്റ് ഫുമിഗേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഞാൻ എന്ത് ചെയ്യാണ്, 10 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കുക എന്ന് പറയുകയാണ്. അത് 90% ആൾക്കാർ പാസ്സാവും. അതെന്താണെന്ന് വെച്ചാൽ ഒരു ഫിയർ വരുമ്പോൾ നമ്മൾ വർക്കൗട്ട് മാറും. അതുവരെ ഇല്ലാത്ത, അപ്പം നമ്മൾ അതുവരെ ലൈറ്റ് മൂടൊന്നും ആവില്ല. അത് നമ്മൾ ഈ ഒരു ലേസി മൂടൊക്കെ മാറ്റിയിട്ട് പണിയെടുക്കാൻ തുടങ്ങും. നമുക്ക് ഫിയർ വരുമ്പോൾ, ഫോർ എക്സാമ്പിൾ, നിങ്ങളോട് എത്ര സ്പീഡിൽ ഓടാൻ പറഞ്ഞാലും നിങ്ങൾ ഓടുന്നതിന് ലിമിറ്റ് ഉണ്ട്. നിങ്ങളെ പിന്നാലെ പട്ടി ഓടി എങ്ങനെ ഉണ്ടാവും? ഒരു ഫിയർ വരുമ്പോണ്ടല്ലോ നിങ്ങളെ ലെവൽ മാറും. അതാണ് ഇവിടെ ഞങ്ങൾ റിസൾട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഓരോ വീക്കിലും ടെർമിനേഷൻ ഇൻ്റർവ്യൂ ആണ്. ഈ ടെർമിനേഷൻ ഇൻ്റർവ്യൂവിൽ പെർഫോം ചെയ്തില്ലെങ്കിൽ വീട്ടിൽ പോവാം, അല്ലെങ്കിൽ അടുത്ത ബാച്ചിൽ ട്രൈ ഔട്ട് ചെയ്യാം. അല്ലാതെ വേറൊരു ഓപ്ഷനും ഇല്ല. ഇവിടെ ടെർമിനേഷൻ തന്നെ ടെർമിനേറ്റ് ചെയ്തിരിക്കും. നിങ്ങൾ കാണുന്ന ടിപ്പിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കാത്തവനും എല്ലാവർക്കും ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന സ്ഥാപനമല്ല, ടെർമിനേറ്റ് ചെയ്തിരിക്കും. അത് വളരെ ക്ലിയർ ആയിട്ട് പറയുകയാണ്. ഇവിടെ വരുന്നവൻ ഫുൾ ഡേ വർക്കൗട്ട് ചെയ്യാൻ വന്നവൻ മതി, അല്ലാത്തവരെ ഞങ്ങളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ വർക്കെത്തിക്കും അവൻ്റെ വർക്കെത്തിക്കും ഇതുമായിട്ട് യാതൊരു മാച്ചും ഇല്ല. നമ്മളും നിങ്ങളും ചേരൂല. ഇത്രയൊക്കെ അവന് പറഞ്ഞിട്ടുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ റെൻറ്റിൽ നിന്ന്, അതായത് കുട്ടികളെ റെൻറ്റ് മേടിച്ചിട്ട് ഇവർക്ക് കൊടുത്തിട്ട് ഇതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാനാണ് ഈ പരിപാടിക്ക് കിടക്കണം. അങ്ങനെ എല്ലാവരും ഇരുത്തിയിട്ട് പഠിപ്പിച്ചാൽ പോരെ, എല്ലാവരും റെൻറ്റ് മേടിക്കുക, ആരും പുറത്താക്കണ്ട. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പുറത്താക്കുമോ? പൊട്ട, നീ എന്തോ ഒരു പൊട്ടനാണ്. അങ്ങനെയാണെങ്കിൽ 100 ആൾക്കാർ വന്ന് 100 ആൾക്കാർ 2 മാസം 3 മാസം കഴിഞ്ഞിട്ട് പുറത്താക്കിയാൽ പോരെ. അപ്പോൾ 3 മാസം കൂടി റെൻറ്റ് കിട്ടും. നീ എന്തോ ഒരു പൊട്ടനാടോ. അങ്ങനെയാണെങ്കിൽ 16 രൂപയും കിട്ടും. ആദ്യത്തെ 2 ആഴ്ചക്കുള്ളിൽ തന്നെ 50% ആൾക്കാരെ പുറത്താക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സേഫ് ആക്കാണ്. അതെങ്കിലും ഒന്ന് മനസ്സിലാക്കേണ്ട പൊട്ട. എനിക്ക് ആ കണക്ക് മനസ്സിലായോന്നറിയില്ല. അത് 100 പേര് വന്നു, ഒരു 3 മാസം കഴിഞ്ഞിട്ടാണ് 100 പേരെ പുറത്താക്കുന്നത്. എങ്ങനെയെങ്കിലും ലൈറ്റ് ഇൻ്റർവ്യൂ എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുപോകാം. എന്നിട്ട് ഇങ്ങനെ ഒരു 3 മാസം കഴിഞ്ഞിട്ട് പുറത്താക്കണം. അപ്പോൾ 16 രൂപയും കിട്ടും, നമുക്ക് 3 മാസം റെൻറ്റും കിട്ടും. എന്നാൽ അതല്ലേ ലാഭം? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. അങ്ങനെയൊക്കെ ചിന്തിക്കാനാണെങ്കിൽ ഞങ്ങൾ ചെയ്യണം വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു. ഇനീഷ്യലിനെ കോഡിങ്ങും സെൽഫ് ലേണിങ്ങും പറ്റാത്തവരെ പുറത്താക്കിയിട്ട് വേറെ ഓപ്ഷൻ നോക്കാനാണ് പറയണത്. അല്ലെങ്കിൽ അത്ര ഉറപ്പുള്ളവന് അടുത്ത ബാച്ചിൽ വീണ്ടും ട്രൈ ഔട്ട് ചെയ്യാൻ. അത് ഈ 2 ഓപ്ഷനും കൊടുത്തിരിക്കുന്നത് എന്താ? ഞങ്ങളോട് ദേഷ്യം വരാതിരിക്കാനാണ്. രണ്ടാമത് ട്രൈ ഔട്ട് ചെയ്തോട്ടെ. ഇനിയിപ്പോൾ അഥവാ പഠിക്കാൻ താല്പര്യമുണ്ടായിട്ട് 2 ആഴ്ച കൊണ്ട് സെറ്റാകാത്തവൻ ചിലപ്പോൾ അടുത്ത 2 ആഴ്ച കൊണ്ട് പഠിച്ചിട്ട് സെറ്റാവുന്നുണ്ട്. അങ്ങനെ സെറ്റായിട്ടും പാസ്സായി ഒരുപാട് പേര് പോകുന്നുണ്ട്. ഇനി അങ്ങനെ ഒരു അവസരം കൊടുക്കാതിരിക്കേണ്ട എന്നുള്ളൊരു പ്രശ്നമുള്ളതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, അത് ചെയ്യണത്. അല്ലാതെ നിൻ്റെ 4,000 രൂപേൻ്റെ റെൻറ്റും അടുത്ത മാസം 4,000 രൂപേൻ്റെ റെൻറ്റും മേടിച്ചിട്ട് ജീവിക്കാനല്ല. ഒരു തരത്തിലും ബുദ്ധിയില്ലാത്ത ഐറ്റായി പോയല്ലോ നിങ്ങൾക്ക്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഞങ്ങൾക്ക് ഈ സെൽഫ് ലേണിംഗ് പ്രോഗ്രാം ലോകമെമ്പാടും എത്തിക്കേണ്ടതാണ്. അതായത് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നമ്മളിപ്പോൾ 100 ചില്ല ആൾക്കാർ 160 ചില്ല ആൾക്കാരെ രക്ഷപ്പെടുത്തി.
ഇതേപോലെ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട്. അതുപോലെ വേൾഡിലെ പല കൺട്രീസിലും നമുക്ക് ഇതുപോലെ നല്ല പ്രൊഫൈൽ ബിൽഡ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള നല്ലൊരു പ്രോഗ്രാമാണ്. അപ്പോൾ ഇതിന് ഫെയിലായ കുറേ മണ്ടന്മാർ എന്തെങ്കിലും പറഞ്ഞ് വിട്ടിട്ട് ഇത് രക്ഷപ്പെട്ട ആൾക്കാരോട് ചോദിക്കുക ഈ പ്രോഗ്രാം നല്ലതാണോ, അവരവരുടെ റിലേറ്റീവ്സിനെയും കസിൻസിനെയും സ്പൗസിനെയും ഒക്കെ ഈ പ്രോഗ്രാമിലോട്ട് വീണ്ടും കൊണ്ടുവന്ന് ചേർത്താണ്. എന്തുകൊണ്ടാണ്? അവർക്ക് അറിയാം ഇതിൻ്റെ റിസൾട്ട്. അവരെ കമ്പനി കയറിപ്പോയപ്പോൾ അതിൻ്റെ റിസൾട്ട് വേറെയാണ്. അത് അറിയുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ കുറച്ച് സ്ട്രോങ് വർക്ക് എത്തിക്കുള്ള നല്ല കുറച്ച് ഹൈ പ്രൊഫൈൽസ് ഉണ്ടാക്കാനുള്ള പ്രോഗ്രാമാണത്. അല്ലാത്ത എല്ലാ തോൽവികൾക്കും ഇതിനെ കുറ്റം പറഞ്ഞെടുക്കുക. നമുക്ക് യാതൊരു വിഷയമില്ല. ഇതിൻ്റെ അവസാനത്തെ മറുപടിയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ കുറേ പൊട്ടന്മാർ വരും. ഈ പൊട്ടന്മാർക്കൊക്കെ മനസ്സിലാക്കണം ഈ കാര്യങ്ങൾ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഈ വർഷം നമ്മൾ കേരളത്തിൽ നിന്ന് മാത്രം 1500 നമ്മൾ ടാർഗറ്റ് ചെയ്യണത്. 1000-ലേറെ എത്ര പേര് പ്രോഗ്രാമായിട്ട് വരുന്നു എനിക്കിന്ന് കറക്റ്റില്ല. നമ്മൾ ആഗ്രഹിക്കുന്നതാണ് 1500 പേരെ ഈ വർഷം നമുക്ക് എന്ത് ചെയ്യണം, സെറ്റാക്കി നല്ല ജോബിലോട്ട് കയറണം എന്നുള്ളതാണ്. ലാസ്റ്റ് മന്തിൽ ഞങ്ങൾ ആവറേജ് സാലറി 4.8 lakhs ആണ്. പക്ഷേ 20-ലേറെ പ്ലേസ്മെൻറ്റ് നടന്നു. 4.8 lakhs. അതിന് മുന്നേ 4.7 lakhs ആയിരുന്നു ആവറേജ്. അതിന് മുന്നേ 3.1 ഒക്കെ ആയിരുന്നു. അത് ഞങ്ങളിങ്ങനെ കൂട്ടി വരികയാണെങ്കിൽ ഇപ്പോൾ 5 lakhs എബോവ് ആക്കാൻ നോക്കുകയാണ്. ഇപ്പോൾ ഈ മാസമൊക്കെ കുറേ പ്ലേസ്മെൻറ്റ് നടന്നത് 5 lakhs 6 lakhs 7 lakhs ഒക്കെയാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ മിക്കവാറും അത് 5 lakhs എബോവ് ആക്കും. ഞങ്ങൾ ഇതിൻ്റെ ക്വാളിറ്റി കൂട്ടാനും കൂടുതൽ ആൾക്കാർ ഇതിൽ പഠിപ്പിച്ചിട്ട് ജോലിയിലോട്ട് എത്തിക്കാനും അതിവിടെയാണ് ഞങ്ങൾക്ക് ലാഭം കിട്ടുന്നത്. അതായത് എത്ര കുട്ടികൾ വന്നു അവരൊക്കെ പഠിച്ച് ജോബിലോട്ട് എത്തുക, ഇതാണ് ഞങ്ങളുടെ ടെൻഷൻ. ഞങ്ങൾക്ക് ഈ ഫുമിഗേഷനിൽ ഇത്ര പേര് ഡ്രോപ്പ് ഔട്ട് ആയി അല്ലെങ്കിൽ ഇത്ര പേര് ഫെയിലായി എന്ന് പറയുമ്പോൾ ഇനി എന്താ ചെയ്യുക, ഇത്ര ശതമാനം ആയിട്ടുള്ളൂ, ഇത്ര ശതമാനം കൂട്ടണമല്ലോ എന്നൊക്കെയാണ് ഞങ്ങളുടെ ടെൻഷൻ. അതേപോലെ തന്നെ ഇത് പഠിച്ചിട്ട് കഴിയുന്ന ആൾക്കാർ എത്ര പേരുണ്ട്, ഇവർക്ക് എത്ര പേർക്ക് ജോലി കൊടുക്കാൻ പറ്റും, ഇതിൽ ടെൻഷൻ അടിക്കുകയും ഇതിൻ്റെ എണ്ണം കൂട്ടുകയും ചെയ്താൽ മാത്രമേ ഞങ്ങൾ ഈ കമ്പനി വേൾഡ് മൊത്തം എത്തിക്കാനോ അല്ലെങ്കിൽ രാജ്യം മൊത്തം എത്തിക്കാനോ മറ്റുള്ള ഇൻവെസ്റ്റേഴ്സ് ഞങ്ങൾക്ക് പൈസ തരും ഈ കമ്പനി വലുതാക്കാനും പറ്റുള്ളൂ. ഇതൊരു സ്റ്റാർട്ടപ്പാണ്. ഈ സ്റ്റാർട്ടപ്പിൽ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്ത് മെച്ചപ്പെടുത്തി എടുത്തുണ്ടാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ പരിപാടി. ഇത് ഞങ്ങൾ സുപ്രഭാതത്തിൽ ഉണ്ടാക്കിയ പരിപാടിയല്ല. ഏകദേശം 1.5 വർഷം എടുത്ത് ഡിസൈൻ ചെയ്തതാണ്. ഞങ്ങൾ 3 മാസത്തിൽ തുടങ്ങിയ പരിപാടിയാണ് ആദ്യത്. സെൽഫ് ടെക് മാസ്റ്റർ എന്നുള്ള പേരിൽ 3 മാസം തുടങ്ങി 5-6 ബാച്ച് നടത്തി. അന്ന് വീട്ടിലിരിക്കുന്നവനും വർക്ക് ചെയ്യുന്നവനും പാർട്ട് ടൈം ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന പരിപാടിയായിരുന്നു. പിന്നെ അത് പറ്റില്ല, പാർട്ട് ടൈം ആയിട്ട് ചെയ്തവരൊക്കെ ഔട്ടാവുകയും ഡെഡിക്കേറ്റഡ് മാറിയിരുന്നവർ രക്ഷപ്പെട്ട് ജോബിലോട്ട് കയറുന്ന കണ്ടിട്ട് ഞങ്ങൾ 6 മാസത്തെ പ്രോഗ്രാമായിട്ട് ഡിസൈൻ ചെയ്യുകയും ഇത് ഫുള്ളി ഡെഡിക്കേറ്റഡ് 6 മാസം ഇരിക്കാൻ പറ്റുന്നതിന് മാത്രം കൊടുക്കുന്ന പരിപാടിക്ക് മാറ്റിയെടുത്താണ്. ഇത് ഐട്രേറ്റ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവന്ന പരിപാടിയാണ്. ഇതൊരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യണതിൻ്റെ എഫേർട്ട് ഞങ്ങൾക്ക് ഫൗണ്ടേഴ്സിന് നമുക്ക് മനസ്സിലാവുള്ളൂ. അതായത് നമ്മളിതിൽ ക്വാളിറ്റി മനസ്സിലാക്കി ഇത് ഫിഗർ ഔട്ട് ചെയ്ത് ഇത് എടുത്ത് കൊണ്ടുവന്ന് ആൾക്കാരെ മെച്ചപ്പെടുത്തി കൊണ്ടുവന്ന് ഓരോ പ്രൊഫൈലിലും പുതിയ ചേഞ്ചസ് കൊണ്ടുവന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇതിന് അതിൻ്റേതായ ഞങ്ങൾക്ക് എഫേർട്ട് ഉണ്ട്. ഞങ്ങളിതിൽ നോക്കുന്നത് അത്രയും ആൾക്കാർക്ക് കസ്റ്റമേഴ്സ് നമ്മൾ സ്റ്റുഡൻസിന് ഓരോരുത്തർക്കും ക്വാളിറ്റി ഉണ്ടാക്കിയെടുക്കുകയും അത് ലോകമെമ്പാടും വിജയിക്കുകയും അങ്ങനെ ഒരുപാട് പ്രൊഫൈലുകൾ എല്ലാ കമ്പനിയിലോട്ട് എത്തുക, ഇതൊക്കെയാണ് ഞങ്ങൾ കാണുന്ന സ്വപ്നം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഇതുപോലുള്ള ഈ മറ്റേ 4000 റെൻറ്റിൽ 2000 ലാഭിച്ച് ഈ 2000 കൊണ്ട് നമുക്ക് ഇനി എന്തോ നേടാണ്ട് എന്നൊന്നും ചിന്തിക്കല്ലേ. ഇങ്ങനത്തെ ബുൾഷിറ്റൊന്നും ചിന്തിച്ച് നടക്കല്ലേ. ഇങ്ങനത്തെ മണ്ടന്മാരോട് എന്താ പറയുന്നു. പിന്നെ ഇനിയും സംശയമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം ചെയ്യാം. ഇതേപോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഫ്രീ ആയിട്ട് ചോദിച്ചോളൂ. എല്ലാത്തിനും നമ്മൾ ക്ലിയർ ആയിട്ട് മറുപടി പറഞ്ഞുതരാം. 29-ാം തീയതി ഒരു ലൈവ് ഉണ്ട്, നൈറ്റ് 8 മണിക്ക്. നമുക്ക് എന്ത് ചെയ്യുക, ലൈവിൽ ഇരുന്നിട്ട് നിങ്ങളെല്ലാ ബ്രോക്യാബിനെ കുറിച്ചുള്ള ഇതുപോലുള്ള എല്ലാ സംശയങ്ങളും ചോദിച്ചോ. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും എന്ത് ചെയ്യുക, ഞാൻ മറുപടി പറഞ്ഞുതരാം. 29-ാം തീയതി നൈറ്റ് 8 മണിക്ക്. 29-ാം തീയതി എന്ന് പറഞ്ഞാൽ ഈ മാസം തന്നെ, മെയ് മാസം. ഇനി ആ മെയ് മാസം 29th കഴിഞ്ഞിട്ടായി 2022 മെയ് മാസമാണ് നമ്മൾ ഈ പറഞ്ഞത്. ഇനി ഇത് ഏതെങ്കിലും കാലത്തുള്ള വീഡിയോ കണ്ടിട്ട് മെയ് മാസം വെയിറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടി പറയാണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാർക്ക് ആ ലൈവിൻ്റെ വീഡിയോ, ഏതാണ് ലൈവ് എന്നുള്ളത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. ഇനി ഇതൊക്കെ പറഞ്ഞിട്ടും ഇനി സംശയമുള്ള ആൾക്കാരുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളോ ഈ പരിപാടിനെ കുറിച്ച് സംശയങ്ങളുണ്ടെങ്കിൽ അവിടെ ഇവിടെയും കുറേ തോൽവിയോട് ചോദിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ജയിച്ച ആൾക്കാരോട് ചോദിക്കുക. പിന്നെ നമ്മൾ നേരിട്ട് ചോദിക്കുക. നമ്മുടെ ടീമിൻ്റെ എല്ലാവരുടെ നമ്പറും വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ട് മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി. ഇതുപോലുള്ള ഒരു മണ്ടന്മാരും ഇതേമാതിരി ഓരോ ബുൾഷിറ്റ് ചിന്തിക്കുന്നവരും ആവശ്യമില്ലാതെ സംശയിക്കുന്നവരൊന്നും ഇങ്ങോട്ട് വരണ്ട. ഇത് രക്ഷപ്പെടാനുള്ള പ്രോഗ്രാമാണ്. ഡേ നൈറ്റ് വർക്കത്തിൽ കീപ്പ് ചെയ്യേണ്ടി വരും. ഹെവി സ്ട്രിക്റ്റ് പ്രോഗ്രാമാണ്. സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ വന്നിട്ട് ലൈഫ് സ്റ്റൈൽ സ്ട്രിക്റ്റ് ഒന്നുമല്ല, ഭയങ്കര ഈസി ഗോയിങ് ആണ്. അവിടെ ലാപ്ടോപ്പിൽ നിങ്ങൾക്ക് എന്ത് വേണം ചെയ്യുക, ഗെയിം കളിച്ച് വരെ ഇരിക്കുക. പക്ഷേ ടാസ്ക് വീക്കിൽ തീർന്ന് ഞങ്ങൾ ടെർമിനേറ്റ് ചെയ്യും. അങ്ങനത്തെ ഒരു ഡിഫറെൻറ്റ് പ്രോഗ്രാമാണ്. അപ്പോൾ ഇത് പരിശീലിക്കുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അതായത് നന്നാവണമെന്ന് സ്വയം തീരുമാനിച്ച് ചേഞ്ച് വരുത്തണമെന്ന് വിചാരിക്കുന്ന ആൾക്കാർ മാത്രമേ ഇതിൽ വന്നിട്ട് കാര്യമുള്ളൂ.
അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കുള്ള ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ്. സോ അങ്ങനെ ഡിസൈഡ് ചെയ്യുന്നവർ മാത്രം വരിക, അല്ലാത്തവരൊന്നും ഈ പരിപാടിക്ക് വരണ്ട. വളരെ ക്ലിയർ ആയിട്ട് പറയുകയാണ്, നമ്മുടെ ചാനൽ നോക്കി തന്നെ പഠിച്ചാൽ ജോലിയിലോട്ട് കയറാം. ഒരുപാട് പേര് നമ്മുടെ ചാനൽ നോക്കിയിട്ട് കണ്ട് പഠിക്കുന്നുണ്ട്. അവർക്കുള്ള പരിപാടികളെല്ലാം നമ്മുടെ ചാനലിലുണ്ട്. വെബ് ഡെവലപ്മെൻറ്റും മൊബൈൽ ആപ്പ് ഡെവലപ്മെൻറ്റും എല്ലാം നമ്മുടെ ചാനൽ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇനിയും മാക്സിമം ഒരുപാട് കണ്ടൻറ്റ്സ് നമ്മൾ ആഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. സോ എല്ലാ കണ്ടൻറ്റ്സും നമുക്ക് എല്ലാം ഫ്രീ ആണ്. അതുകൊണ്ട് എല്ലാം അവൈലബിൾ ആക്കും. അതന്നെ യൂസ് ചെയ്ത് പഠിക്കുക. ആരും ബ്രോ ക്യാമ്പിലോട്ട് വരണ്ട. ബ്രോ ക്യാമ്പിലോട്ട് വരുന്നവർ ഡെഡിക്കേറ്റ് ആയിട്ട് മാറിയിരുന്ന് വർക്കൗട്ട് ചെയ്ത് വേറൊരു ലെവലിൽ പ്രൊഫൈൽ ബിൽഡ് ചെയ്യേണ്ടവർ, മൊത്തത്തിൽ ലൈഫിൽ ചേഞ്ച് ചെയ്യേണ്ടവർ, ഒരു ലൈഫിൽ ലാസ്റ്റ് റിസോർട്ടായിട്ട് കൂട്ടിക്കോ. വേറെ ഒരു പ്രോഗ്രാമും നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല ഇങ്ങനെ നിങ്ങളെ ലൈഫ് മൊത്തം ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഒരു സപ്പോർട്ടും തരില്ല.